കഴിഞ്ഞ ദിവസം പറമ്പിൽ കുറച്ച് കാക്കകൾ ഓലഞ്ഞാലിയുടെ കൂട്ടിൽ നിന്ന് ഓലഞ്ഞാലിയുടെ കുട്ടീനെ കൊത്തി താഴെ ഇട്ടു. ഇത് ആ കുരുവിയുടെ കഥയാണ്. ഇത് ഓലഞ്ഞാലിയുടെ പറക്കെത്താത്തൊരു കുഞ്ഞാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പേര് ചിന്നു എന്ന് വിളിക്കാം. ഈ കിളിയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ള കറുത്ത കൈകൾ നിങ്ങൾ അറിയണം. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരേ ഒരു പോരാളി. പോരാളിക്ക് ചെറിയൊരു ഹോബിയുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണവും വെള്ളം കൊടുക്കുക. അതിനുവേണ്ടി ഇതേപോലൊരു ഷീറ്റും ഇതേപോലൊരു ചെറിയ പാത്രത്തിൽ വെള്ളവും പറമ്പിൽ എപ്പോഴും ഉണ്ടാവും. ഭക്ഷണവും വെള്ളവും സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും ഇഷ്ടം പോലെ ജീവികൾ ഉണ്ടാവാറുണ്ട്. ആ ഉള്ളത് തന്നെ മേജർ ടീമാണ് ഈ കാക്കകൾ. ഈ വെള്ളവും ഭക്ഷണം ഉള്ളതുകൊണ്ടായിരിക്കണം തൊട്ടടുത്ത പ്ലാവിലായിരുന്നു ഓലഞ്ഞാലി കൂട് വെച്ചിരുന്നത്. കൂടി ഞാൻ കുറേ ദിവസം കണ്ടിരുന്നു. കാക്ക കുത്തി താഴെയിരുന്ന ശബ്ദവും കേട്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞിരുന്നു, അമ്മ തീറ്റിപ്പോറ്റുന്ന കാക്കകൾ ആ ഓലഞ്ഞാലിയുടെ കൂട് നശിപ്പിച്ചിട്ടുണ്ടെന്ന്. ഈ കുഞ്ഞുകിളി ഇതിന് കഴിയുന്നിടത്തോളം ഈ മരത്തിൽ അള്ളിപ്പിടിച്ച് കയറി പോകുന്നുണ്ട്. ഇത് മുകളിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായി. ഒന്ന്, നേരം ഇരുട്ടുന്നുണ്ട്. രണ്ടാമത്തതാണ് മേജർ പ്രശ്നം. ഈ സമാധാനം എന്ന് പറഞ്ഞ് നാക്ക് വായിലേക്ക് കിട്ടില്ല. അപ്പം തന്നെ കിളി പടച്ചു കാടി താഴത്തേക്ക് വീണു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം, അമ്മ ഭക്ഷണം കൊടുക്കുന്നത് കിളികൾക്ക് മാത്രമല്ല. ഞങ്ങൾ സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കുന്ന ഈ കുഞ്ഞിപ്പൂച്ചയും പട്ടിക്കുട്ടനും ഒക്കെ ടെക്നിക്കലി പാവങ്ങളാണെങ്കിലും ഈ കഥയിൽ ഇവന്മാർ വില്ലന്മാരാണ്. പിന്നെ ആകെ ഒരു സമാധാനം തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഈ അമ്മക്കിളി ഈ കുഞ്ഞിനെ എൻ്റെ കൺവട്ടത്ത് നിന്ന് മാറാൻ അനുവദിക്കുന്നില്ല. ആ കുഞ്ഞിൻ്റെ ഒരു 3 മീറ്റർ ചുറ്റളവിൽ കൂടെ എന്തെങ്കിലും ഒരു ജീവി പോകുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഞങ്ങളാണെങ്കിൽ പോലും മറന്നു വന്ന് കൊത്തുന്നുണ്ട് എല്ലാവരും. ഈ കിളിക്കുഞ്ഞ് തളരുന്നതിനനുസരിച്ചിട്ട് ഈ അമ്മക്കിളി അതിനെ ഫീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഇതേപോലെ ഒരു ഇരട്ടത്തലച്ചി ബുൾബുളിൻ്റെ കുഞ്ഞ് നിലത്ത് കൊണ്ട് കിടന്നിട്ട് അതിൻ്റെ അമ്മ ഇതേപോലെ നിലത്തുനിന്ന് ഫീഡ് ചെയ്ത് അതിനെ പറത്തിക്കൊണ്ട് പോയിണ്ടായി. ഞാൻ വിചാരിച്ചു ഇതും അതേപോലെ ആയിരിക്കുന്നു. പക്ഷേ ഈ കുഞ്ഞിന് പറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ചിറകിന്. കുറച്ച് സമയം ഇതിനെ ഇതേപോലെ കളിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അമ്മക്കിളി ഇതിനെ ഡയറക്റ്റ് ചെയ്ത് തൊട്ടടുത്ത പൊന്തക്കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇതിന് സൗണ്ട് ഒന്നും കേൾക്കാതെ അങ്ങനെ ഞങ്ങൾക്ക് സമാധാനം തോന്നി. 1-2 ദിവസം അവിടെ കിടന്ന് ഫീഡ് ചെയ്ത് ഈ തള്ളക്കിളി ഇതിനെ പറത്തി കൊണ്ടുപോകുമല്ലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന പട്ടിക്കുട്ടനെ ഇതിൻ്റെ സ്മെല്ല് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അവ സ്നിഫ് ചെയ്ത് പറമ്പിക്കൂടെ ഒക്കെ നടക്കുന്ന കണ്ടുണ്ടായി. അടുത്ത രാത്രി വെളുപ്പിക്കുക എന്നുള്ളത് ഭയങ്കര സങ്കടത്തോടെയാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. രാത്രിയായപ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് പറമ്പിലൊക്കെ നോക്കി. മരത്തിന് മുകളിലൊന്നും ഇതിനെ കാണാനില്ല. കുറച്ച് ഇരുട്ടിയപ്പോൾ ആ പൊന്തക്കാടിൻ്റെ സൈഡിൽ നിന്ന് നായ്ക്കളുടെ ബഹളം കേട്ടു. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. പിന്നെ സങ്കടപ്പെടുന്നതിൽ കാര്യമില്ല, ഇതൊരു പ്രകൃതിയുടെ സ്വാഭാവികതയാണല്ലോ. പിന്നെ രക്ഷിക്കുക എന്നുള്ള പേരിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതിനെ കൂട്ടിലിട്ട് വളർത്തുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ചെയ്യാൻ ഈ അമ്മക്കിളി കരഞ്ഞുകൊണ്ട് കൂടെ നടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയില്ല. പിറ്റേന്ന് രാവിലെ ഈ ഓലഞ്ഞാലിയുടെയും കാക്കകളുടെയും ബഹളം കേട്ടാണ് ഞാൻ എണീക്കുന്നത്. ഇതിവിടെ എണീക്കുമ്പോൾ സ്ഥിരമാണ്. എന്നാലും എനിക്കൊരു സംശയം, ഈ ഓലഞ്ഞാലി കാക്കകളെ തെരഞ്ഞൊടിച്ച് കൊത്തി ഓടിക്കുന്നത് ഞാൻ കാണാൻ തുടങ്ങി. അതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അണ്ണാരക്കണ്ണനും ചെതലക്കിളികളും എല്ലാം ഉണ്ട്. പക്ഷേ അതിനൊന്നും ഈ ഓലഞ്ഞാലി കൊത്തുന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് യൂഷ്വൽ ഇതിൻ്റെ കുഞ്ഞിനെ കൊന്നതിൻ്റെ റിവെഞ്ച് ആയിരിക്കുമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓലഞ്ഞാലി ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഞാനിത് ആലോചിക്കുമ്പോൾ തന്നെ ആ കിളിക്കുഞ്ഞ് അപ്പുറത്ത് പറമ്പെന്ന് ചാടി വന്ന് മതിലിൻ്റെ മുകളിലിരുന്നു. തൊട്ട സൈഡിൽ കാക്കയും താഴെ പൂച്ചയും നായയും എല്ലാം ഇതിനെ കൊല്ലാൻ നിൽക്കുമ്പോഴും അതിൻ്റെ അമ്മക്കിളി നെവർ ഗിവ് അപ്പ് ഓൺ ഹർ. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഈ ഭൂമി തലകീഴായി മറിഞ്ഞാലും ആ അമ്മക്കിളി അതിനെ പറത്തിക്കൊണ്ട് പൊക്കോളും.